നമസ്കാരം. വട്ടമേശ ചർച്ച ചെയ്യുന്നത് ദേശീയ രാഷ്ട്രീയമാണ്. വിഷയം നരേന്ദ്രമോദി 2019. ദേശീയ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ആനുകാലികങ്ങൾ, ഇംഗ്ലീഷ് വാരികകൾ ഒക്കെയും ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളും അവയൊക്കെയും നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് വർഷം വിശദമായ റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വട്ടമേശയും ആ വിഷയത്തിലേക്ക് കടക്കുന്നു. നരേന്ദ്രമോദി 2019 തിരിച്ചു വരുമോ എന്ന നിർണായകമായ ചോദ്യം, രാജ്യം ഉറ്റുനോക്കുന്ന ചോദ്യം. എന്തൊക്കെയാണ് 2019 രാഷ്ട്രീയ വിഷയങ്ങൾ? ചർച്ചയിൽ പങ്കെടുക്കുന്നത് CP നാരായണൻ, CPM നേതാവ്, രാജ്യസഭാംഗം, CP ജോൺ, CMP ജനറൽ സെക്രട്ടറി, ഷാജി ജോസഫ്, പ്രമുഖ മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ. വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകനായ ഷാജി ജോസഫ് ഇതേക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയും. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഏറ്റവും അവസാനം UPയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയെ പോലുള്ള സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് കണ്ട ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളിലേക്ക് ഈ രാജ്യം രാഷ്ട്രീയമായി പോകുന്നു എന്നതിൻ്റെ കൃത്യമായ അടയാളങ്ങൾ നമുക്ക് ലഭിച്ച സമയമാണ് രാഷ്ട്രീയപരമായിട്ട്. അതിനുമപ്പുറം ഇപ്പോൾ ജേക്കബ് പറഞ്ഞതുപോലെ തന്നെ ശ്രീ നരേന്ദ്രമോദി തൻ്റെ പോപ്പുലാരിറ്റി ഒരു അൺകണ്ടസ്റ്റഡ് പോപ്പുലാരിറ്റി ആയിട്ട് നിലനിർത്തുന്നു എന്ന് ഒരു പൊതുവെ ധാരണ ഉണ്ടാകുമ്പോഴും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന BJPയുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഗ്രാഫ് അത് താഴേക്ക് വരുന്ന ഒരു ലക്ഷണമാണ്. രാഷ്ട്രീയപരമായി അത് ഖൈറാനയിലെ തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ പാൽഗഡ് നീക്കി വരുന്ന മറ്റ് ഏരിയാസിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അവിടെ തന്നെ നമ്മൾ കാണുന്നു. അതിനു മുമ്പ് തന്നെ UPയിൽ ഫുൽപൂർ നടന്നു, ഗോരഖ്പൂർ നടന്നു. ഞാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഫുൽപൂരും ഗോരഖ്പൂരിലെയും തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഏതാണ്ട് അവഗണിക്കാവുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ മാത്രമാണ് എന്ന് BJP പ്രചരിപ്പിച്ചപ്പോഴും ഖൈറാന പോലുള്ള ഉത്തർപ്രദേശിൽ പോളറൈസേഷൻ, ഹിന്ദു മുസ്ലിം പോളറൈസേഷൻ എന്ന ഒരു നീക്കം കൊണ്ട് 80-ൽ 73 സീറ്റ് നേടിയ BJPക്ക് അവർ എടുത്ത ആദ്യത്തെ പോളറൈസേഷൻ ലബോറട്ടറി എന്ന് പറയുന്നത് ഖൈറാനയായിരുന്നു. ആ ഖൈറാനയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഒരുമയുണ്ടായപ്പോൾ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഖൈറാനയിൽ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അഖിലേഷ് യാദവും BSPയുടെ നേതാവ് മായാവതിയും അവിടെ പ്രസംഗിച്ചിട്ടേ ഇല്ല ഈ തെരഞ്ഞെടുപ്പിൽ, ഈ ഉപതെരഞ്ഞെടുപ്പിൽ. എന്നിട്ടും BJPയുടെ പോളറൈസേഷൻ്റെ വർഗീയ ജാതീയ ധ്രുവീകരണത്തിൻ്റെ ലബോറട്ടറിയായ ഖൈറാനയിൽ BJPക്ക് നേരിട്ട പരാജയം BJPയെ രാഷ്ട്രീയമായി വിറപ്പിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് എന്നുള്ളൊരു മാറ്റം നമ്മൾ കാണുന്നത്. അമിത്ഷാ ഇതുവരെ അദ്ദേഹം ദൂരം പാലിച്ചിരുന്ന തങ്ങളുടെ സഖ്യകക്ഷികളുമായി നേരിട്ടുള്ള ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. ബീഹാർ പോലുള്ള സംസ്ഥാനത്ത് നിതീഷ് കുമാർ മറ്റൊരു രീതിയിൽ സംസാരിക്കുന്നു. BJPയും BJPയുടെ നേതൃത്വത്തെയും ഏതാണ്ട് രാഷ്ട്രീയമായി ഉലയ്ക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണത്തിലേക്കാണ് കാര്യങ്ങൾ ബീഹാറിൽ നീങ്ങുന്നത്. നമുക്കറിയാം ശിവസേനയുടെ സ്ഥിതി എന്താണെന്ന്. പാൽഘറിൽ BJP ജയിച്ചു എങ്കിലും പാൽഘറിൽ ശിവസേന കാണിച്ചു കൊടുത്തത് പ്രതിപക്ഷവുമായി ചേർന്ന് തങ്ങൾ കൂടി ചേർന്ന് നിന്നാൽ BJPക്ക് മഹാരാഷ്ട്രയിൽ രക്ഷയില്ല. എന്താണ് മഹാരാഷ്ട്രയും UPയുടെയും പ്രത്യേകത? ഉത്തർപ്രദേശിന് ശേഷം ഏറ്റവും കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് BJP അധികാരത്തിൽ വന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ്, ഈ ലോക്സഭാ സീറ്റ്. അപ്പോൾ 2019 എത്തുമ്പോൾ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വം, രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് പറയുന്ന സംഘടനയുടെ ലക്ഷ്യങ്ങൾ അത് നിറവേറ്റാവുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് വലിയ സംശയം. സാമ്പത്തിക രംഗത്ത് BJPയുടെ ഗവൺമെൻറ് യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ നിൽക്കുകയാണ്. പല കാര്യങ്ങളും പ്രധാനമന്ത്രി പോലും എടുത്തെടുത്ത് പറഞ്ഞ പല കാര്യങ്ങളും പല നയങ്ങളും അത് BJPയെ തന്നെ തിരിച്ചു കുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതിനുമപ്പുറം ശ്രീ നരേന്ദ്രമോദിയുടെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു വാക്കുണ്ട് 2014 ആസ്പിരേഷണൽ ഇന്ത്യ, ദി യങ് ഇന്ത്യ, ആസ്പിരേഷണൽ ജനറേഷൻ, ദി ആസ്പിരേഷണൽ ഇന്ത്യ എന്ന് പറയുന്ന ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന യുവാക്കളുടെ പിന്തുണ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതായി ഇന്ന് BJP മനസ്സിലാക്കുന്നുണ്ട്. കാരണം യുവാക്കളോട്
നമുക്കറിയാം 2014 ആദ്യത്തെ വോട്ട് ലഭിച്ച ആളുകൾ അവർക്കിതിനു മുമ്പ് കമ്പയർ ചെയ്യാൻ മറ്റൊരു പ്രധാനമന്ത്രിയുടെ പെർഫോമൻസ് ഇല്ല. പക്ഷേ ഇവിടെ ഏതാണ്ട് 2 കോടി തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കി ആളുകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രിയുടെ മുൻപിൽ ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ചെറിയ തലമുറ നിൽക്കുകയാണ്. പിന്നെ കർഷക സമരങ്ങൾ മുന്നോട്ട് വരുന്നു. അതുപോലെ തന്നെ ദളിതുകളുടെ നേരെ ഈ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നയങ്ങൾ അത് ഈ ഗവൺമെൻറ്റിനെ വല്ലാതെ തുറച്ചു നോക്കുകയാണ്. കാരണം ഉത്തർപ്രദേശിലും ബീഹാറിലും മഹാരാഷ്ട്രയിലുമൊക്കെ ദളിത് മൂവ്മെൻറ്റ്സ് BJPക്കെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഇവിടെ 2019 BJPക്ക് ഒരു തിരിച്ചുവരവുണ്ടാകുമോ എന്നൊരു സംശയം ഇന്ന് ഈ പാർട്ടിയിലുണ്ട്. 1977 ഇന്ദിരാഗാന്ധിക്ക് നേരിട്ട ഓവർ കോൺഫിഡൻസ് കൊണ്ടുള്ള തകർച്ച 2003 ഡിസംബറിൽ തൻ്റെ ഗവൺമെൻറ്റിൻ്റെ ടേം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് അടൽ ബിഹാരി വാജ്പേയിയെ കൊണ്ട് നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ ഒരു വലിയ ആത്മവിശ്വാസം. എന്നിട്ടും ഈ 2 പാർട്ടികളും വാജ്പേയിയെപ്പോലുള്ള രാജ്യതന്ത്രജ്ഞൻ പരാജയപ്പെടുമ്പോൾ, ഇന്ദിരാഗാന്ധിയെപ്പോലുള്ള ശക്തിയായ ഒരു നേതാവ് പരാജയപ്പെടുമ്പോൾ ശ്രീ നരേന്ദ്രമോദിക്ക് ഇത്രയും വലിയ രാഷ്ട്രീയമായ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സാധിക്കുമോ എന്ന സംശയം BJPക്കുണ്ട്. അവിടെയാണ് ഇപ്പോൾ രാഷ്ട്രം നിൽക്കുന്നത്. CP ജോൺ, നമ്മളിതിനെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മറിച്ച് നോക്കിയാലേ ഒരു വശത്ത് നരേന്ദ്രമോദി ഒരു വലിയ പ്രൊഫൈൽ, വലിയ പേഴ്സണാലിറ്റി, ഇങ്ങേപ്പുറത്ത് അല്ല ഷാജി പറഞ്ഞൊരു ക്ലൂ പറയാം. അതിലിപ്പോൾ ഈ പാനലിൻ്റെ ഒരു വീക്ക്നെസ് BJPയുടെ ഒരാൾ ഇല്ല എന്നുള്ളതാണ്. അതൊരു മേജർ വീക്ക്നെസ് ആണ്. അപ്പോൾ നമുക്കാർക്കും കോംപ്ലിമെൻ്റ് ചെയ്യാനും പറ്റില്ല. പക്ഷേ നമ്മളതിനെ ഒരു വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ കാണുമ്പോൾ ഞാൻ ആദ്യം ഒരു ഒറ്റ വാചകത്തിൽ പറയാം. BJPയുടെ ആരോഹണം അവസാനിച്ചു, അവരോഹണം ആരംഭിച്ചു എന്ന് വേണമെങ്കിൽ ലളിതമായിട്ടൊരു വാചകത്തിൽ പറയാം. പക്ഷെ അതിന് ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, BJP ഈസ് ഡൗൺ ബട്ട് നോട്ട് ഔട്ട്. BJP ഒന്ന് മങ്ങിയിട്ടുണ്ട്, കേട്ടിട്ടില്ല. ഇല്ല, അത് കൂടുതൽ ശക്തമായിട്ട് തിരിച്ചു വരില്ല എന്നും എനിക്ക് ഉറപ്പില്ല. അപ്പം അതുകൊണ്ട് ഈ ഒരു വർഷക്കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 31% വോട്ടേ BJPക്കുള്ളൂ. ഏതാണ്ട് 20% വോട്ട് കോൺഗ്രസിനുണ്ട്. അപ്പോൾ 31% വോട്ട് കിട്ടിയ BJPക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞു. NDAക്ക് 3-2 ഭൂരിപക്ഷം ഉണ്ടാക്കാനും സാധിച്ചു. 20% വോട്ട് ഉണ്ടായിട്ടും 44 സീറ്റിലേക്ക് കോൺഗ്രസ് ചുരുങ്ങി. അപ്പം അതുകൊണ്ട് ഇനി ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ ഒരു പൊളിറ്റിക്കൽ ഹാർഡ് വർക്ക്, രാഷ്ട്രീയമായ ഒരു കഠിനാധ്വാനമാണ് ഇനി ഒരു വർഷക്കാലത്തേക്ക് BJPയെ മാറ്റണമെന്നുണ്ടെങ്കിൽ നടത്തേണ്ടത്. അല്ലാതെ BJP ഇങ്ങനെ ഒരു പഴുത്ത പഴം പോലെ അങ്ങ് വീഴും, അല്ലെങ്കിൽ വാടിയ പൂ പോലെ താഴെ വീഴും എന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ ഒരു വർഷക്കാലത്ത് നല്ലതുപോലെ 2 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, BJP ഉയർത്തുന്ന രാഷ്ട്രീയം, അതുപോലെ തന്നെ BJP നമ്മുടെ സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടുള്ള സാമൂഹ്യമായ സംഘർഷങ്ങൾ. ഇപ്പോൾ ദളിതുകളെ തല്ലിക്കൊല്ലുക, അതിപ്പോൾ അത് കഴിഞ്ഞ ആഴ്ചയും കൊന്നല്ലോ, അതുകൊണ്ട് ഈ ആഴ്ചയാവാം എന്നൊക്കെ ചില ആൾക്കാർ പറയുന്ന പോലെ ലാഘവമായിട്ട് അതിപ്പോൾ ജനക്കൂട്ടം അങ്ങനെ തല്ലിക്കൊന്നതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ദളിതുകളെ അടിച്ചു കൊല്ലുക എന്നത് ഒരു നോം, അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ അതാണ് ഒരു ന്യൂ നോർമൽ ആയിട്ടുള്ളൊരു സംഗതിയായിട്ട് മാറുക. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട അയാൾ ഇങ്ങനെ അടിച്ചു കൊന്നു, അതിപ്പോൾ കഴിഞ്ഞ മാസം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം അതുപോലെ 2 ഉണ്ടായി, കൊല്ലം 1 ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ ആളുകളെ ജനക്കൂട്ടം ലിഞ്ച് ചെയ്യുക എന്നുള്ളത് ഒരു നോർമലായിട്ടുള്ള ന്യൂ നോർമൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, സോഷ്യൽ സിറ്റുവേഷൻ ഒരു ഭാഗത്ത്. മറുഭാഗത്ത് പണം എത്ര വേണമെങ്കിലും ഒഴുക്കി, കർണാടകത്തിലൊക്കെ നമ്മൾ കണ്ടല്ലോ, ഒരു MLAക്ക് ഇത്ര കോടി രൂപ കൊടുക്കും, ലേലം വിളിക്കുന്ന പോലെ ലേലം വിളിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എന്തിനും കഴിവുണ്ട് എന്നുള്ള ഒരു അഹന്ത നിറഞ്ഞ പ്രഖ്യാപനം അമിത്ഷാ നടത്തുകയുണ്ടായി. അപ്പോൾ ആ തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള വർക്കുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒപ്പം RSSനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അത് തെറ്റാന്ന് പോകുമ്പോൾ പറയാൻ പറ്റില്ല, ഇവിടെ പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്തതാണ്, ഒരു ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കാൻ പാടുപെടുന്ന
കോൺഗ്രസിനെ പോലുള്ള മൃദു രാഷ്ട്രീയ സംഘടനകളുടെ മുമ്പിൽ ഒരു ബൂത്തിലെ 10 പേജുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ ഓരോ പേജിനും കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് ചുമതലക്കാരെ കൊടുത്തുകൊണ്ട് അവരുടെ വളണ്ടിയർമാരെ ഒരു സെക്കൻഡ് ലെയറായിട്ടോ തേർഡ് ലെയറായിട്ടോ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ വർക്ക് നടത്തുക. അപ്പോൾ ഇതിനെ മൂന്നിനെയും അതിജീവിച്ചു കൊണ്ട് വേണം ഈ വർഷം വളരെ ശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വർക്ക്. ഈ 31% വോട്ടിലധികമൊന്നും ഇപ്പോഴും BJPക്ക് ഇല്ല ടോട്ടൽ എടുത്താൽ. അതുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് തന്നെ മതേതര ശക്തികൾക്ക് നേരിടാൻ കഴിയും. പക്ഷേ നമ്മൾ എക്കോണമിയിലേക്ക് നോക്കുന്ന സമയത്ത് വലിയ ബ്ലണ്ടറായിരുന്നു ഡിമോണിറ്റൈസേഷൻ എന്ന് ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ആ ഡിമോണിറ്റൈസേഷനും GST ഒരു ബ്ലണ്ടറല്ല, ഒരു റോങ്ലി ഡൺ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് രണ്ടും കൂടെ വെച്ചിട്ടും നമ്പേഴ്സിൽ നമ്മൾ നോക്കുന്ന സമയത്ത് GDP വളരെ താഴെയല്ല. അപ്പോൾ എനിക്കൊരു തമ്പറോളുണ്ട്. ഞാൻ എൻ്റെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിനിലേക്ക് 7% GDP ഗ്രോത്ത് എന്ന് പറയുന്ന ഇൻകംബന്റ് ഗവൺമെൻറ്റിന് അനുകൂലമാണ്. 7%-ലധികം GDP ഗ്രോത്ത് റേറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇൻകംബൻസി വലിയൊരു പ്രശ്നമല്ല. കാരണം ഇക്കോണമിയിൽ ആവശ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് വെപ്പ്. പക്ഷേ എന്നെ തന്നെ ഞാൻ കറക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇക്കോണമി വളരെ കൃത്യമായിട്ട് പോകുന്നുണ്ടെന്നുള്ള കണക്കുകൾ നമ്പേഴ്സ് ഉണ്ടെങ്കിലും നമ്മൾ ബാങ്കുകളിലേക്കും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കും നോക്കുമ്പോൾ ഭയാനകമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. ഏറ്റവും സിറ്റിംഗ് പ്രട്ടി എന്ന് വിളിക്കാവുന്ന ICICI പോലുള്ള ബാങ്കുകൾ പോലും ആകെ പ്രശ്നത്തിലാണ്. ഇപ്പോൾ കൊച്ചാറിനെ പോലും അന്വേഷിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ്. ഒരു എന്താ പറയുക, ഒരു ഐക്കോണായിരുന്നു, ഇന്ത്യൻ ബാങ്കിങ്ങിൻ്റെ ഐക്കോണായിരുന്നു ചന്ദ്ര കൊച്ചാർ. അസൂയോടുകൂടി ആൾ നോക്കിയിരുന്നു. അതുപോലത്തെ PNB ബാങ്ക് ഹ്യൂജ് ലോസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. മറ്റ് ബാങ്കുകളും ഇങ്ങനെ ഒലയുമോ, SBIക്ക് പോലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ആൾക്കാർ വലിയ തൽക്കാലമൊന്നുമില്ല ചർച്ച ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിനാൻസ്, ഇക്കോണമി, പൊളിറ്റിക്സ് ഈ 3 കാര്യത്തിലും ഈ വർഷം വളരെ നിർണായകമായിരിക്കും. അതിൽ നമുക്ക് സെക്കൻഡ് റൗണ്ട് ചർച്ച ചെയ്യാം. ജനതാ പരിവാർ ശക്തികൾ ഏറ്റവും പ്രധാനമാണ്. UP, ബീഹാർ, ഒറീസ അവിടെ 180-180ഓളം സീറ്റുകൾ അവിടെ തന്നെയുണ്ട്. ഈ 3 സ്റ്റേറ്റിലും കൂടെ തന്നെ ഉണ്ട്. ബാക്കി ഇപ്പോൾ കർണാടകത്തിലെ കുറേ സീറ്റുകൾ, ഏതാണ്ട് 200 സീറ്റുകളിൽ ജനതാ പരിവാർ എന്ന് വിളിക്കാവുന്ന സംഘടനകൾ, നിതീഷ് കുമാർ അടക്കം ചേർത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദളിതുകൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് രാഷ്ട്രീയ രൂപം BSP പണ്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് BSPക്ക് അന്നുണ്ടായിരുന്നേക്കാൾ ഇമ്പോർട്ടൻസ് ദളിത് രാഷ്ട്രീയത്തിൽ. ദളിതുകളാണ് ഈ കൊമ്പിൽ കയറി പിടിച്ചത് റോഡിൽ നിന്നിട്ട്. അവർക്ക് ഉണ്ട്. മേവാനിയെ പോലുള്ള ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. 3 നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സിനെ അതൊരു കോൺഗ്രസ് കോർണർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മിസോറാമും പോണ്ടിച്ചേരിയും കൂട്ടിയ 10-25 ലക്ഷം ആൾക്കാരേ ഉള്ളൂ. പഞ്ചാബാണ് ഒരു സ്റ്റേറ്റ് എന്ന് പറയാനുള്ളത്. ഒറ്റ സ്റ്റേറ്റ്, നല്ലൊരു സ്റ്റേറ്റ് എന്ന് പറയാൻ പഞ്ചാബ് മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ. BJP വളരെ സമർത്ഥമായിട്ട് കോൺഗ്രസുമായി കൂടാൻ സാധ്യതയുള്ള കുമാരസ്വാമിയുടെ പാർട്ടിക്ക് വരെ വോട്ട് ചെയ്ത് കോൺഗ്രസിലെ 2ാം സ്ഥാനത്തേക്ക് നമ്പറിൽ കുറച്ചു. അപ്പോൾ കോൺഗ്രസ് കോർണർഡ് ആണെങ്കിലും 20% വോട്ടുള്ള ഏക കക്ഷി കോൺഗ്രസ് മാത്രമാണ്. പിന്നെയാണ് ലെഫ്റ്റ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റിൻ്റെ റോൾ എന്തായിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിബേറ്റബിളാണ്. അതെ, ഡൽഹിയിലിരുന്നും കൊണ്ട് രാജ്യസഭയിലിരുന്നും കൊണ്ട് രാഷ്ട്രീയം കാണുമ്പോഴത്തേക്ക് ഈ ദേശീയ രാഷ്ട്രീയത്തെ ഇപ്പോഴത്തെ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ എങ്ങനെയായിരിക്കും കാണുക? ഞാൻ എൻ്റെ 2 സുഹൃത്തുക്കളും പറയുന്ന വ്യത്യസ്തമായിട്ട് അവർ പരാമർശിക്കാത്തൊരു കാര്യം, അവർ ജനങ്ങളെ പറ്റിയൊന്നും പറഞ്ഞില്ല. ജനങ്ങളെങ്ങനെയാണ് കാര്യമായി ബാധിക്കപ്പെട്ടത്? തൊഴിലാളികളുടെ 13 കേന്ദ്ര സംഘടനകളുണ്ട് ഇന്ത്യയിൽ. അതിൽ ഒരു സംഘടന BMS ഒഴിച്ച് ബാക്കിയെല്ലാം കഴിഞ്ഞ 3 വർഷമായി സംഘടിച്ച് ഒറ്റക്കെട്ടായിട്ടാണ് സമരം ചെയ്യുന്നത്. അതേ ആവശ്യങ്ങൾക്ക് തന്നെ BMSും വേറിട്ട് സമരം ചെയ്യുന്നുണ്ട്. അവർ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. കോടിക്കണക്കിന് തൊഴിലാളികളുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. BJPയുടെ ചെറിയ ചില കാര്യങ്ങൾ, ഒരു ബില്ലിൽ അവർ ഒരു വാക്കാണ് അമെൻഡ് ചെയ്തത്. ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയൻ അവകാശങ്ങൾ കിട്ടണമെങ്കിൽ 19 തൊഴിലാളികളോ അതിൽ കൂടുതലോ വേണമെന്നുള്ളത് 39 ആക്കി. ഈ 39 ആക്കിയപ്പോൾ ഈ തൊഴിലവകാശങ്ങളിൽ നിന്ന് അതിനുവേണ്ടി അതിൽ നിയമപരമായിട്ട് ഉപയോഗിക്കാവുന്ന അവകാശങ്ങളിൽ നിന്ന് 73% തൊഴിലാളി പുറത്തായി. കണക്കതാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള
ഒന്നല്ല പല ഭേദഗതികളും വരുത്തിയിട്ടുണ്ട്. ബില്ലുകൾ വേറെ കിടപ്പുണ്ട്. ചിലത് ലോക്സഭ പാസ്സാക്കി രാജ്യസഭ പാസ്സാക്കാതെ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സേവന വ്യവസ്ഥകളുടെ കാര്യത്തിൽ, വേതനത്തിൻ്റെ കാര്യത്തിൽ ഇതുപോലെ അവരെ കടന്നാക്രമിച്ച ഒരു ഗവൺമെൻറ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് BMSൻ്റെ നേതാക്കന്മാർ വരെ പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഇടപെടൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് 2019 തിരഞ്ഞെടുപ്പ് മുമ്പില്ലാത്ത രീതിയിലുണ്ടാവും. ഇതുപോലെയാണ് കൃഷിക്കാരുടെ സ്ഥിതി. കൃഷിക്കാർ ഞാൻ അതിന് കൂടുതൽ ഇപ്പോൾ നമ്മുടെ ഈ മൻസാറിൽ ഇന്നലെ അല്ലേ അവരുടെ വാർഷികം, മറ്റേ 10 കൃഷിക്കാർ വെടിവെച്ച് വന്നതിൻ്റെ വാർഷികം നടന്നത്. 157 കർഷക സംഘടനകളാണ്, രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ മാത്രമല്ല എല്ലാം ചേർന്നിട്ടാണ് ഈ സമരം നടത്തുന്നത്. അതിന് അതിൻ്റേതായ സ്വാധീനം പലതുകൊണ്ടെന്ന് ഈ മറ്റേ ബോംബെയിൽ ഉണ്ടായിരുന്ന അവരുടെ മാർച്ച് അടക്കം ലോകശ്രദ്ധ പറ്റിയതാണ്. മൂന്നാമത് വിദ്യാർത്ഥികൾ സകല യൂണിവേഴ്സിറ്റികളിലും, അതിലെടുത്തു പറയാവുന്ന JNU, ഹൈദരാബാദ് തുടങ്ങിയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലടക്കം വിദ്യാർത്ഥികൾക്കുള്ള ജനാധിപത്യപരമായ അവകാശങ്ങൾ ജോണിൻ്റെ തലമുറ മാത്രമല്ല, എൻ്റെ കാലത്തെ തലമുറയൊക്കെ സമരം ചെയ്ത് നേടിയെടുത്ത ഒരുപാട് അവകാശങ്ങളുടെ നേരെ കയ്യേറ്റം നടത്തിയിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ. ഞാൻ രാഷ്ട്രീയ അവകാശങ്ങളല്ല, വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഒരു ജനാധിപത്യ അവകാശമുണ്ട് അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. അതെല്ലാം നിഷേധിക്കുന്ന സ്ഥിതി. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഇതിൽ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ അവരുടെ ഭാഗത്തു നിന്ന് വേറെ വരുന്നു. നേരത്തെ ജോൺ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല. അതായത് ഈ ദളിത് ആദിവാസി വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഒരൊറ്റ കാര്യം, മോദിയുടെ ഒരു പ്രസംഗം, മറ്റേ ആഗസ്റ്റ് 15 പ്രസംഗത്തിൽ ഒരു വാചകത്തിലൂടെയാണ് ഒരു കാര്യം ചെയ്തത്. പ്ലാനിംഗ് കമ്മീഷൻ വേണ്ട. അതിൻ്റെ ഫലം എന്താ? കഴിഞ്ഞ 2 വർഷമായിട്ട് ജനസംഖ്യാനുപാതികമായിട്ട് SC/ST വിഭാഗങ്ങൾക്ക് ബജറ്റിൽ നീക്കിവെക്കേണ്ട, കേന്ദ്രമായാലും സംസ്ഥാനമായാലും നീക്കിവെക്കേണ്ട തുക അതില്ല. അതെല്ലാം വെട്ടിമാറ്റി. അപ്പോൾ അത് അവരെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അവരുടെ സംഘടനകളൊക്കെ ഈ ചർച്ചയിൽ ഞങ്ങളായിട്ട് ചർച്ചയ്ക്ക് വരുമ്പോൾ SCP/TSP ഉണ്ടോ? SCP/TSP കേരളത്തിലുണ്ട്, കേന്ദ്രത്തിലില്ല. അവർക്ക് ഫണ്ടേ ഇല്ല. ബജറ്റിൽ പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ മറ്റേ ഇത് നോക്കണ്ടേ, ഫണ്ട് നോക്കണ്ടേ, അതിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ആ SCP/TSP ഫണ്ട് നീക്കി വയ്ക്കാത്തതിൻ്റെ ഫലമായിട്ട് അവർക്ക് വിദ്യാഭ്യാസ അവകാശമായാലും മറ്റു പലതിനും ആയാലും അത്തരം അവകാശങ്ങളെല്ലാം നിഷേധിക്കപ്പെടുകയാണ്. അവർ ഏറെ പുരോഗമിച്ചിട്ടൊന്നുമില്ല, കുറച്ച് വന്നിട്ടുണ്ട് ഇത്രയും കാലത്തെ. കാരണം ആ ഫണ്ട് തന്നെ വളരെ, ഇപ്പോൾ ജോണിനും എനിക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന പ്ലാനിംഗ് ബോർഡിൽ ഇരുന്നിട്ട് നമ്മുടെ പോലുള്ള സംസ്ഥാനത്ത് പോലും അത് വേണ്ട രീതിയിലല്ല വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. കാരണം മൊത്തത്തിൽ സമൂഹത്തിനും ജീവനക്കാർക്കും ആയാലും ആരെയും ഞാൻ കുറ്റം പറയല്ല, ഇവരോട് നീതി ചെയ്യണം എന്നുള്ള ഉത്തമ ബോധ്യമില്ല പല കാര്യങ്ങളിലും. അപ്പോൾ ഈ വിഭാഗങ്ങളുടെ മുഴുവൻ എതിർപ്പുണ്ട്. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മ അതിന് അപ്പുറമുള്ള ഒരു എതിർപ്പായിട്ട് ഇത് വരും. ഇത് അവിടെയാണ് മേവാനിയുടെയൊക്കെ പങ്ക് വരുന്നത്. ഈ BSPയേക്കാൾ കൂടുതൽ ഞാൻ കാണുന്നത്, BSP ഇതൊക്കെ കഴിഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടിയാണ്, അതിൻ്റേതായ ഒരു പരിമിതി അവർക്കുണ്ട്. ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാനുള്ള ശേഷിയില്ലായ്മ അല്ലെങ്കിൽ താല്പര്യ UP അവർ അധികാരത്തിൽ നിന്നിട്ട് എന്താ ചെയ്തത്? പലപ്പോഴും അധികാരത്തിലുണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും ഈ ദളിത് വിഭാഗത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഉണ്ടായത്. ലക്നൗവിൽ ഒരുപാട് പ്രതിമകളുണ്ട്, അതുപോലെ തന്നെ ഈ ഗ്രേറ്റർ നോയിഡയിലുണ്ട് ഒരുപാട് ആനയും എലിഫന്റ് പാർക്കും പിന്നെ മായാവതി പാർക്കും ആ തരത്തിലൊക്കെ. അല്ലാതെ അവരുടെ പ്രത്യേകമായ പിന്നോക്കാവസ്ഥ ചെയ്യാൻ, അപ്പോൾ അതിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും ഈ വിഭാഗങ്ങളുടെ എല്ലാം ഒന്നിച്ചു കൂട്ടാം. അപ്പോൾ സാമൂഹ്യമായ ഒരു ഇടപെടൽ ഇതിൽ വരും. സാമ്പത്തികമായ സ്ഥിതി എന്താ? മുമ്പ് കോൺഗ്രസ് നയിച്ചിരുന്ന ഗവൺമെൻറ്റുകളുടെ കാലത്ത് അവരുടെ ഒറ്റയ്ക്കായാലും കൂട്ടായിട്ടായും UP ആയാലും അവസാനം 2013 ഇന്ത്യയിൽ ആ വർഷം ഉണ്ടായ പുതിയ സമ്പത്തിൽ 49% ഇന്ത്യൻ ജനങ്ങളിൽ 1% കൈയടക്കിയത്.
2017 ആയപ്പോഴേക്കും 4 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് 73%. 2017 മൊത്തം ഇന്ത്യയിലുണ്ടാക്കിയ പുതിയ സമ്പത്തിൻ്റെ 73% ജനസംഖ്യയിൽ 1% കൈയടക്കും. ഇപ്പം സമ്പത്തിൻ്റെ ഭയങ്കരമായ കേന്ദ്രീകരണം ഇത് ആളുകൾ അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഓരോ വർഷം 2 കോടി തൊഴിലുണ്ടാക്കുമെന്ന് പറഞ്ഞ് 1.5 ലക്ഷമോ 1.25 ലക്ഷമോ ഒക്കെയാണ് അവരുണ്ടാക്കിയത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സാമൂഹ്യ തലത്തിൽ തൊഴിലിൻ്റെ മേഖലയിൽ എല്ലാം അനുഭവിക്കുന്നത്, അതും ഇതിൻ്റെ കൂടെ വേറൊരു തലത്തിൽ വർക്ക് ചെയ്യും. ഇതിന് BJPക്ക് 2014 ഉണ്ടായിരുന്ന പോലെയല്ല. അവർക്ക് ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ മറ്റേ കോൺഗ്രസിനെതിരായിട്ടും ഇനി കോൺഗ്രസുമായിട്ട് അന്ന് സഖ്യത്തിലായിരുന്നില്ല UPയിലെ ഘടകകക്ഷികളൊന്നും. എന്നിട്ട് അവർക്കെതിരായിട്ടും NCPക്കെതിരായിട്ട് DMKക്കെതിരായിട്ടൊക്കെ അതിൽ ആ ഇലക്ഷൻ ഭവിച്ചു. പക്ഷേ അതുപോലുള്ള ഒരു സ്ഥിതിയല്ല ഇപ്പോൾ ഉള്ളത്. അവർക്ക് എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയുന്നുള്ളത് അതിൻ്റെ പരിമിതി നമ്മൾ നോക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് BJPയുടെയും അല്ല SPയുടെയും BSPയുടെയും വോട്ട് കൂടിയത് ഞങ്ങൾ മറ്റേ മായാവതി രാജിവെച്ച് പോകുമ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നുള്ള പലരും പറഞ്ഞാൽ നിങ്ങൾ രാജിവെച്ച് പോവുകയല്ല വേണ്ടത്, നിങ്ങൾ ഇവരുമായിട്ടുള്ള തർക്കം തീർത്ത് ഇവർ കൂട്ടായിട്ട് ചെറുക്കാൻ നോക്കുക. അപ്പോൾ അവരന്ന് പറഞ്ഞ് ഞാൻ പരിഗണിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവരത് പഠിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഈ ഗോരഖ്പൂരും ഫൂൽപൂരും വരുന്നത്. അവർ അതിന് യാതൊരു ക്ലെയിമും ഇല്ലാതെ വർക്കൗട്ട് ചെയ്ത് നോക്കി. BJPക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല BJP നേതാക്കന്മാർക്ക് ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ ഈ മറ്റ് ഘടകങ്ങളും ഈ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം കൂടി വരുമ്പോൾ, അതുപോലെ ആദിവാസി ദളിത് വിഭാഗങ്ങൾ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് BJPക്ക് ഒട്ടും അനുകൂലമായ ശരിയാണ്. വട്ടമേശ ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദി 2019 വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ ഈ വർഷം കടന്നു പോവുക. അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP ഭരണത്തിൽ തിരിച്ചു വരുമോ, നരേന്ദ്രമോദി തിരിച്ചു വരുമോ, അതോ പ്രതിപക്ഷ കക്ഷികൾക്ക് ലക്ഷ്യം നേടാനാവുമോ? അടുത്ത ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം. നമസ്കാരം.